നിങ്ങൾക്കൊരു സീറ്റ് ഉണ്ട്, അത് മാത്രം ആലോചിക്കുക. വേറൊരാൾക്ക് കിട്ടുമോ വേറൊരാൾക്ക് കിട്ടില്ലേ ഒന്നും ആലോചിക്കണ്ട. നമ്മളെല്ലാവരും ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ ആഗ്രഹിക്കുന്നത് MBBS ആണ്. അത് കഴിഞ്ഞ് പലരും എത്തുന്നത് BDSലേക്കാണ്. ബട്ട് നമ്മുടെ ഒരു പ്രൊഫഷണലി നമുക്ക് എത്ര വേണമെങ്കിലും എത്താൻ പറ്റുന്ന ഒരു റവന്യൂ BDSനുണ്ട്. അതുകൊണ്ട് തന്നെ OMFSനെ ബ്രിഡ്ജ് ബിറ്റ്വീൻ MBBS ആൻഡ് BDS എന്ന് പറയും. പല യൂറോപ്യൻ കൺട്രീസിലും MBBSും BDSും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ OMFS എടുക്കാൻ പറ്റുള്ളൂ. അതായത് MDS പോസ്റ്റ് PG 5 years നമ്മൾ എഫേർട്ട് ഇട്ടാലേ ഉള്ളൂ നമ്മുടെ സ്കിൽ സെറ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. നല്ലൊരു സർജൻ ആണെങ്കിൽ ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ നമുക്ക് പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവണം, നല്ല പെർസെവറൻസ് ഉണ്ടാവണം, പ്രൊയാക്റ്റീവ് ആവണം. ഇപ്പം മോസ്റ്റ് ഓഫ് ദ സർജൻസ് നേരിട്ട് പോയിട്ട് സർജറി ചെയ്യില്ല. അതിന് മുമ്പേ തന്നെ സർജിക്കൽ പ്ലാനിങ് ചെയ്തിട്ടാണ് ഈ 3D മോഡൽസിലൊക്കെ വെച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ അപ്ഡേറ്റഡ് ആവണം. സർജറി ബാക്കി ഡെന്റിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ്സിനെ വെച്ച് നോക്കുമ്പോൾ സർജറിയിൽ ഞാൻ ഏറ്റവും വ്യത്യാസം കണ്ടത് ഇറ്റ്സ് എ ടീം വർക്ക്. എവിടെ പോയി എങ്ങനെ ട്രെയിൻഡ് ആവുന്നു എന്നുള്ളതാണ്. നമ്മൾ എവിടെ ഒതുങ്ങുന്നു, നമ്മൾ എങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നു, അതാണ്. ആ സമയത്ത് ഉണ്ടാകുന്ന തമാശകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര രസമാണ്. പ്ലാനിങ് ടു ചൂസ് സർജറി, മേക്ക് ഷുവർ യു വാണ്ട് സർജറി. ഹായ് ഓൾ, ഡോക്ടർ ആഷിഖാണ്. നമ്മുടെ സ്പെഷ്യാലിറ്റി ടോക്സ് എന്നുള്ളൊരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ. അതിൽ ബിയോണ്ട് BDS എന്നുള്ളൊരു സീരീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 2 എപ്പിസോഡ് ഓൾറെഡി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ 3rd എപ്പിസോഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ. ബേസിക്കലി ഡെന്റിസ്റ്റിൽ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഒരുപാട് ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു പ്രൊഫഷനാണ് OMFS എന്നുള്ളത്. സോ നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ മിഥിലേഷാണ്. ഡോക്ടർ മിഥിലേഷ് ആക്ച്വലി ആസ്റ്റർ മിംസിലെ കറൻ്റ്ലി OMFS സർജനായിട്ട് വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡെൽറ്റ ഡെൻ്റൽ ക്ലിനിക്കിൻ്റെ CEO ആണ്. സോ വെൽക്കം മിഥിലേഷ് ഡോക്ടർ. ആക്ച്വലി മിഥിലേഷ് ഡോക്ടർ എൻ്റെ സീനിയറാണ്. UG ചെയ്തുകൊണ്ട സമയത്ത് PG പേഴ്സൺ ആയിരുന്നു. സോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രീവിയസ്ലി തന്നെ. സോ ഇങ്ങനെ ഒരു പ്രോഗ്രാമിലും അതുപോലെ തന്നെ നമ്മുടെ ചെറിയൊരു സെഷനിലും വന്നതിൽ വലിയ താങ്ക്സ്. സോ ഡോക്ടർ, നമ്മൾ തുടങ്ങുന്ന സമയത്ത് എങ്ങനെയാണ് BDSലോട്ട് എത്തിയത്, എങ്ങനെയാണ് ആ ഒരു ജേർണി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്? സോ ഫസ്റ്റ് ഓഫ് ഓൾ ആഷിഖ്, താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. BDS എന്ന് പറയുന്നൊരു ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് പലരെയും പോലെ തന്നെയാണ്. നമ്മളെല്ലാവരും ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ ആഗ്രഹിക്കുന്നത് MBBS ആണ്. അത് കഴിഞ്ഞ് പലരും എത്തുന്നത് BDSലേക്കാണ്. ബട്ട് BDS എന്ന് പറയുമ്പം നമ്മളെല്ലാവരും വിചാരിക്കും അയ്യോ ഇതൊരു ഫുൾ സ്റ്റോപ്പാണ്. അങ്ങനെയല്ല. BDS ഒരു നല്ല പ്രൊഫഷനാണ്. വെൻ ഐ ജോയിൻഡ് ബാക്ക് ഇൻ 2006 അന്ന് പറയുന്നൊരു കാര്യമുണ്ട്, BDS അങ്ങനെയാണ്, BDS സാച്ചുറേറ്റഡ് ആണ്, അതാണ് അതെന്നോ ഉണ്ട്. ബാക്ക് ഇൻ 2006, 20 years ബാക്ക്. അന്നും ഈ പറയണ സാച്ചുറേഷൻ ഉണ്ട്, അന്നും ഈ പറയുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു MBBSനോട് തന്നെ തുല്യമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കരിക്കുലം ഉണ്ട്. ബട്ട് വൺസ് യു ഫിനിഷ് അതൊക്കെ ഒന്ന് ചാടിക്കടന്ന് നമ്മൾ ആ ഒരു BDSൽ കിട്ടുമ്പം ആ അവന്യൂ ഓപ്പൺസ് അപ്പ്. നമ്മുടെ ഒരു പ്രൊഫഷണലി നമുക്ക് എത്ര വേണമെങ്കിലും എത്താൻ പറ്റുന്ന ഒരു അവന്യൂ BDSനുണ്ട്. നമുക്കൊരു MBBS മാത്രം വെച്ച് ചെയ്യാൻ പറ്റുന്നതിനാളും കൂടുതൽ ഒരു ഓൺട്രപ്രണർ മനോഭാവം ഉണ്ടെങ്കിൽ വി ക്യാൻ റീച്ച് എനിവർ. അതാണ് എനിക്ക് BDSൽ നിന്ന് മനസ്സിലായത്. അതിൽ നമുക്ക് പല ചോയ്സസ് ഉണ്ട്. അപ്പം റൂട്ട് കനാൽ പോലത്തെ കാര്യങ്ങളിലേക്ക് എൻഡോഡോണ്ടിസ്റ്റ് ആയി പോവാം, പെരിയോഡോണ്ടിസ്റ്റ് ആവാം, ഓർത്തോഡോണ്ടിസ്റ്റ് ആവാം, ഞങ്ങളെപ്പോലെ ഓർലൻ മാക്സിലോഫേഷ്യൽ സർജൻ ആവാം. ഇതിനെല്ലാം ഒരു അവന്യൂ ഉണ്ട്. ഇപ്പോഴും സ്റ്റിൽ ദർ ആർ പീപ്പിൾ ഹൂ വാണ്ട്സ് അവർ കെയർ. ആളുകളുടെ ആ ഒരു ഡെൻ്റൽ ഹെൽത്ത് കെയറിനെ പറ്റിയുള്ള അവബോധം കൂടി വരികയാണ്. സോ ദർ ഇസ് എ ബിഗ് അവന്യൂ ഔട്ട് ദർ. അങ്ങനെയാണ് ഞാൻ BDSനെ പറ്റി മനസ്സിലാക്കുന്നത്. പിന്നെ PG ലൈഫിലോട്ടൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് കോളേജ്? എനിക്ക് തോന്നുന്നു അന്നൂർ ഡെൻ്റൽ കോളേജിലാണ് ഞാൻ പഠിച്ചത്. ഫ്രം അവിടുന്ന് തുടങ്ങി എങ്ങനെയാണ് ഒരു OMFS സർജനായിട്ട് നിൽക്കുന്ന സമയത്ത്? OMFS എനിക്ക് ആദ്യമായിട്ട് ഒരു സർജിക്കൽ മനോഭാവം ഉണ്ടായിരുന്നു. ബട്ട് ഐ മെറ്റ് സം ഓഫ് മൈ ബെസ്റ്റ് മെന്റേഴ്സ് ഫ്രം ദർ. നമുക്കൊരു റോൾ മോഡൽസ് ഉണ്ടാവുമല്ലോ, എൽദോ സാർ, ജസ്റ്റിൻ സാർ എന്നൊക്കെ പറയുന്ന പോലെ കുറേ ആളുകൾ എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. ഐ സോ ദെയർ വർക്ക്. ഞാൻ പഠിച്ചത് അന്നൂർ ഡെൻ്റൽ കോളേജിലാണ്. അവിടെ ഒരു മാക്സിലോഫേഷ്യൽ സർജറി MDS ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മളെ ഇന്റേൺഷിപ്പിലും കാര്യങ്ങളിലൊക്കെ വി ഗോട്ട് മോർ എക്സ്പോഷർ ടുവേർഡ്സ് OMFS. ഇപ്പം ഈവൻ ഡെൻ്റോൾവെലാർ സർജറീസ്, സിസ്റ്റം ന്യൂക്ലിയേഷൻ, ചെറുതായിട്ട് നമുക്ക് ക്ലിനിക്കിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഡിസിംപാക്ഷൻ ഓഫ് ഇമ്പാക്ട് ടീത്ത്, വിസ്റ്റം ടീത്ത് എടുക്കൽ, അതൊക്കെ അവിടെ നിന്ന് ചെയ്യാൻ പറ്റി. ഇതുപോലുള്ള ആളുകളുടെ കൂടെ പോയി കേസസ് കാണാൻ പറ്റി. അന്ന് നമ്മൾ കണ്ട പല പ്രൊസീജിയേഴ്സും അന്ന് നമുക്ക് വലുതായിരുന്നു. അപ്പം തോന്നിയാ ഓക്കെ OMFS എടുക്കണം, സർജിക്കൽ സ്പെഷ്യാലിറ്റിയിലേക്ക് പോകണം എന്ന്. അങ്ങനെയാണ് ഞാൻ OMFS ചൂസ് ചെയ്തത്. പിന്നെ കോളേജിൽ കഴിഞ്ഞു നേരെ PG പ്രിപ്പറേഷൻ. അതെല്ലാവർക്കും അറിയാം. ആ ഹേർഡിൽ അറിയാം എത്ര പ്രിപ്പയർ ചെയ്യണമെന്ന് അറിയാം. നമ്മൾ നീറ്റ് UGനേക്കാളും ഇരട്ടി ഹേർഡിലാണ് ഒരു നല്ലൊരു സെൻറ്ററിൽ അല്ല നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് PG കിട്ടുക എന്നുള്ളത്.
അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ വാസ് ഓൾവേസ് OMFS, ദാറ്റ് ടു കാലിക്കറ്റ് ബിക്കോസ് ഇറ്റ്സ് മൈ പ്ലേസ്. അതുകൊണ്ടാണ് കാലിക്കറ്റ് ചൂസ് ചെയ്തത്. അങ്ങനെ കാലിക്കറ്റ് OMFS കാലിക്കറ്റ് എന്നാണ് കഴിഞ്ഞത്. ഒരു കോമൺ മാൻ OMFS എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് OMFS എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക? അപ്പോൾ BDSകാർക്ക് അറിയാം കുറച്ചും കൂടി സർജിക്കൽ ബ്രാഞ്ചാണ്, അല്ലെങ്കിൽ ഒരു ഫ്രഷർ ഡെന്റിസ്റ്റിന് എങ്ങനെയാണ് നമ്മൾ OMFS എക്സ്പ്ലെയിൻ ചെയ്യുക? ഓർലാൻ മാക്സിലോഫേഷ്യൽ സർജറി ആണ് OMFS, അല്ലെങ്കിൽ OMFSന്റെ ഫുൾ ഫോം ആണ് ഓർലാൻ മാക്സിലോഫേഷ്യൽ സർജറി. ഇതിനകത്ത് രണ്ട് സംഭവങ്ങളുണ്ട്. ഒരു ഓറൽ ഏരിയ ഉണ്ട്, മാക്സിലോഫേഷ്യൽ ഏരിയ ഉണ്ട്. ഓറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായ്ക്കകവും വായന ചുറ്റത്തുള്ളത്. മാക്സിലോഫേഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾ ഓഫ് ഹെഡ്, ഹോൾ ഓഫ് സ്കൾ, സോഫ്റ്റ് ടിഷ്യൂസ് എല്ലാമായിട്ട് വരും. ഇതിനകത്ത് നമ്മുടെ ഒരു ഏരിയ ഓഫ് സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻ്റൽ അൽവിയോലാർ സർജറീസ് വരാം. ബേസിക്കായിട്ട് നമ്മൾ തേർഡ് മോളർ വിസ്റ്റം ടൂത്ത് റിമൂവ് ചെയ്യും, പിന്നെ സിസ്റ്റം ന്യൂക്ലിയേഷൻ വായൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ, പിന്നെ ഓർത്തഡോണ്ടിസ്റ്റിൻ്റെ കൂടെ നമുക്ക് ചിലപ്പം ചില ഇമ്പാക്റ്റഡ് ആയിട്ടുള്ള കനൈൻസ് ഉണ്ടാവും, അതിനെ നമുക്ക് എക്സ്പോസ് ചെയ്ത് കൊടുക്കുക. അതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള സംഭവം. പിന്നെ ഡെൻ്റൽ ഇംപ്ലാന്റ് ഇട്ടിട്ട് പല്ല് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. അതൊക്കെയാണ് നമുക്ക് ബേസിക് ഓറൽ സർജറി. അടുത്ത ഒരു സംഭവമാണ് മാക്സിലോഫേഷ്യൽ സർജറി. മാക്സിലോഫേഷ്യൽ സർജറി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. അതിലുള്ള ടെക്നിക്കൽ എക്സ്പെർട്ടൈസ്, നമ്മൾ ഹാൻഡ് സ്കില്ലൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷേ വി സ്റ്റാർട്ട് ഫ്രം ദ ബേസിക്സ്. ഓറൽ സർജറിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ വി മൂവ് ഓൺ ടു മാക്സിലോഫേഷ്യൽ സർജറി. മാക്സിലോഫേഷ്യൽ സർജറിയിൽ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ബേസിക്കായിട്ട് നോക്കുകയാണെങ്കിൽ ഫേഷ്യൽ എസ്തെറ്റിക്സ്, ഇപ്പം നമുക്ക് NDCൻ്റെ ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ പുതിയ ലീഗലി നമുക്ക് ഫേഷ്യൽ എസ്തെറ്റിക്സ് ചെയ്യാം. റൈനോപ്ലാസ്റ്റി, ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ, ഫേസ് ലിഫ്റ്റ്, അങ്ങനെയുള്ള കുറേ കോസ്മെറ്റിക് ആയിട്ടുള്ള മൈനർ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യാം. പിന്നെ നമുക്ക് മാക്സിലോഫേഷ്യൽ ട്രോമയാണ് നമ്മളൊരു ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്നത്. ഡെൻ്റൽ അൽവിയോലാർ സർജറീസും ട്രോമയാണ്. ഓർത്തോനാറ്റിക് സർജറി, നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പ്, മുഖവൈരൂപ്യം മാറ്റാൻ വേണ്ടി ഓർത്തോഡോണ്ടിസ്റ്റിൻ്റെ കൂടെ നമുക്ക് സർജറി ചെയ്ത് മുഖത്തിൻ്റെ ഷേപ്പ് മാറ്റൽ. പിന്നെ ഹെഡ് ആൻഡ് ക്യാൻസർ, ലിഫ് പാലറ്റ്. പിന്നെ നമ്മൾ കേരളത്തിൽ തന്നെ നമ്മൾ ക്രേനിയോ മാക്സിലോഫേഷ്യൽ സർജറി ചെയ്യുന്നുണ്ട്. അതായത് നമ്മളെ ഇപ്പം ജന്മന തലയൊട്ടിയുടെ ഒക്കെ ഷേപ്പ് മാറി വരുന്ന പല കുട്ടികളുണ്ടാവും. അവരെ തലയുടെ ഷേപ്പ് പൂർവ്വ ഷേപ്പിലൊക്കെ അല്ല, നമ്മൾ ആ ഒരു നോർമലൈസ് ചെയ്യുന്ന സർജറീസ്, അതായത് ബ്രെയിൻ്റെ അടുത്ത് പോയി നമ്മൾ സ്കള്ളിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു. അത് ട്രോമയിലും നമ്മൾ ചെയ്യലുണ്ട് സ്ഥിരമായിട്ട്. ഇപ്പോൾ ഞങ്ങൾക്കിപ്പം ആസ്ട്രമിംസ് എന്ന് പറയുന്നത് ഒരു ടെർഷറി സെൻ്റർ ആണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കേസുകൾ കുറേ വരാറുണ്ട്. അപ്പം അത്രയും വലിയൊരു കാര്യങ്ങൾ നമ്മൾ ന്യൂറോ സർജൻ്റെ കൂടെ ഒക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ OMFSനെ ബ്രിഡ്ജ് ബിറ്റ്വീൻ MBBS ആൻഡ് BDS എന്നാണ് പറയുക. കാരണം നമ്മൾ ടീം വർക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ന്യൂറോ സർജറി, ENT, ഒക്കുലോപ്ലാസ്റ്റിക് സർജറി, അവരുടെ കൂടെ ഒരു വിഭാഗങ്ങൾ പ്ലാസ്റ്റിക് സർജറി, ഇവരുടെ കൂടെ നമ്മൾ ചെയ്യാറുണ്ട്. ഈ കൂട്ടത്തിൽ തന്നെ ഈ ഭാഗത്ത് എൻഡോഡോണ്ടിസ്റ്റ്, ഓർത്തഡോണ്ടിസ്റ്റ്, നമ്മളെല്ലാവരും ഒരു ടീമായിട്ട് നമുക്ക് ഒരു രണ്ട് ഭാഗത്തെ ഒരു കണക്ഷനായിട്ടാണ് പലപ്പോഴും ഞങ്ങൾ പറയണത്. പല യൂറോപ്യൻ കൺട്രീസിലും MBBSും BDSും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ OMFS എടുക്കാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ ഒരു എക്സ്റ്റെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ റെസിഡൻസി സമയത്തോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഓഡിയൻസ് കുറച്ചും കൂടിയും റെസിഡൻ്റ് ആവാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ഉള്ള ഒരു ഓഡിയൻസാണ്. സോ ഡോക്ടറിൻ്റെ ഒരു 1 day ഓഫ് റെസിഡൻസി എങ്ങനെയായിരുന്നു കാലിക്കറ്റ് ഡെൻ്റൽ കോളേജിൽ ഉണ്ടായിരുന്ന സമയം? 1 day ഓഫ് റെസിഡൻസി ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യു വാണ്ട്. ഇപ്പം ഞാൻ റെസിഡൻസി OMFS എടുക്കാൻ പോകുന്ന ആളുകളോട് എന്നോട് എൻ്റെ HOD BDS സമയത്ത് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതായത് എടാ നീ OMFS എടുക്കാൻ പോവുകയാണെങ്കിൽ your 5 years are gone. അതായത് MDS പോസ്റ്റ് PG 5 years നമ്മൾ എഫേർട്ട് ഇട്ടാലേ ഉള്ളൂ നമ്മുടെ സ്കിൽ സെറ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ആ 5 years കഴിഞ്ഞ ഒരു 5 years ആയി കഴിഞ്ഞാലേ ഉള്ളൂ നമ്മുടെ സ്കിൽ സെറ്റ് എന്താണെന്ന് ബാക്കിയുള്ളവർ മനസ്സിലാവും. സർജിക്കൽ ഫീൽഡ് എല്ലാ ലൈക്ക് എവരിവർ, അത് മെഡിക്കൽ സർജിക്കൽ ആവട്ടെ, ഡെന്റൽ സർജിക്കൽ ആവട്ടെ, എന്തോ ആവട്ടെ, അതുപോലെ തന്നെയാണ്. ഇതിലൊരു 1 day ഓഫ് ജൂനിയർ റെസിഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വിച്ച് കോളേജ്, വിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് യു ആർ ചൂസിങ്. പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പം എടുക്കണ സെൻ്ററാണ് ഫസ്റ്റ് നമ്മളെപ്പോഴും നോക്കണം. നമ്മൾ ബിഫോർ MDS ഗോയിങ് ടു ചൂസ് OMFS. നമ്മൾ എൻഡോഡോണ്ടിസ്റ്റ് ആവണമെന്ന് ആഗ്രഹമില്ല, ഓർത്തഡോണ്ടിസ്റ്റ് ആവണമെന്ന് ആഗ്രഹമില്ല, പക്ഷേ OMFS തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് നമ്മൾ നോക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വേർ യു ആർ ഗോയിങ് ടു ഗെറ്റ് ട്രെയിൻഡ്, who you are going to get trained under. നമ്മൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാൽ നമുക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റും, നമുക്ക് എന്തൊക്കെ എക്സ്പോഷർ കിട്ടും. ഞാൻ പലപ്പോഴും ഈ എക്സ്പോഷർ എന്ന് പറയുമ്പോൾ പലരും പറയും ഹാൻഡ് മറിച്ച്. ബട്ട് ഐ ഓൾവേസ് ടെൽ മൈ ജൂനിയേഴ്സ് ദാറ്റ് യു ഹാവ് ടു ഏൺ യുവർ ബ്ലേഡ്. നല്ലൊരു സർജൻ്റെ അണ്ടറിൽ, നല്ലൊരു പ്രൊഫസറിൻ്റെ അണ്ടറിൽ നമുക്ക് ഇനീഷ്യലി കിട്ടുന്ന ഒരു ട്രെയിനിങ് ഉണ്ടല്ലോ. ഇതിൽ നമുക്ക് ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എന്നൊക്കെ പറയാം. ഇപ്പോൾ ടൈപ്പ് A, ടൈപ്പ് B പേഴ്സണാലിറ്റി ഉണ്ട്. ടൈപ്പ് A കുറച്ച് പ്രൊആക്റ്റീവ് ആയിരിക്കും, ടൈപ്പ് B കുറച്ച് റിലാക്സ്ഡ് ആവും. നല്ലൊരു സർജൻ ആണെങ്കിൽ ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ നമുക്ക് പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവണം, നല്ല പെർസെവറൻസ് ഉണ്ടാവണം, പ്രൊആക്റ്റീവ് ആവണം. ടൈപ്പ് B എന്ന് പറയുമ്പോൾ റിലാക്സ്ഡ് ആണ്. നമുക്ക് ഒരു പ്രഷറിൻ്റെ അണ്ടറിൽ വി ഹാഡ് ടു വർക്ക്. ആ സ്ട്രെസ്സ് മാനേജ് ചെയ്യാനും പറ്റണം. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരാൾക്കാണ്
നല്ലൊരു സർജൻ ആവാൻ പറ്റും. നമ്മൾ ജൂനിയർ റെസിഡൻസി എപ്പോഴും തുടങ്ങുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഇമ്പാക്ഷൻസും കാര്യങ്ങളൊക്കെയാണ്. കൂടെ കുറേ കാര്യങ്ങൾ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും, സീനിയേഴ്സ് ചെയ്യുന്ന ഒബ്സർവ് ചെയ്യാൻ പറ്റും. വി ലേൺ ഫ്രം അവർ സീനിയേഴ്സ്. നമ്മൾ സീനിയർ ആയിട്ടുള്ള റെസിഡൻസ് 2 വർഷത്തിലുള്ള ആൾക്കാരുണ്ട്, അവർ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു തരും. നമ്മളെ പ്രൊഫസറിൻ്റെ അടുത്ത് നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, ബാക്കി സ്റ്റാഫിൻ്റെ അടുത്ത് നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അപ്പം ഇതിനകത്തുനിന്ന് നമ്മൾ എന്ത് പഠിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് പലതും പഠിക്കാം. ഇതിനകത്ത് നല്ലത് ക്യാച്ച് ചെയ്യുക, അത് നമുക്ക് നമ്മളെ സ്കിൽ സെറ്റ്, നമ്മളെ ഹാൻഡ് സ്കില്ലിലേക്കാണെങ്കിലും കൊണ്ടുവരിക. ഇതിൻ്റെ കൂടെ തന്നെ നമ്മളെ സർജിക്കൽ ഹാൻഡ് സെറ്റോ അല്ലെങ്കിൽ സ്കിൽസോ ഡെക്സ്ട്രിറ്റിയോ നന്നാക്കുന്ന കൂടെ തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി അച്ചീവ് ചെയ്യാണ്ട് അവർ അക്കാഡമിക് അച്ചീവ്മെൻറ്റ്സ് അതും കൂടി നോക്കാം. അങ്ങനെ വന്നാലേ ഉള്ളൂ. ലൈക്ക് വൺസ് യു ഗോ ഔട്ട് ഓഫ് ദ സിസ്റ്റം, നമ്മളെ ആ ഒരു റെസിഡൻസി എന്ന് പറയുന്ന സിസ്റ്റം കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ഹാവ് ടു ഗെറ്റ് ട്രെയിൻഡ് അഗെയിൻ. ഞാനിപ്പം എൻ്റെ റെസിഡൻസി ഇൻക്ലൂഡഡ്, മൈ ജൂനിയർ റെസിഡൻസി ആൻഡ് സീനിയർ റെസിഡൻസി ഇൻക്ലൂഡഡ് ആൻഡ് മൈ ഫെലോഷിപ്സ് 8 പ്രൊഫസേഴ്സിൻ്റെ അണ്ടറിൽ ഞാനിപ്പോൾ ട്രെയിൻഡാണ്. അവർ ഓരോരുത്തരും എനിക്ക് പഠിപ്പിച്ചു തന്നത് ഓരോ കാര്യങ്ങളാണ്. ഒരേ പ്രൊസീജിയർ തന്നെ അവർ പല രീതിയിൽ ഡിഫറെൻറ്റ് മെത്തേഡ്. ഇതിനകത്ത് അവർ ഏത് നല്ലത് ചെയ്യുന്നതാണ്. വി കനോട്ട് ഓൾവേസ് ലേൺ ഫ്രം അവർ മിസ്റ്റേക്സ്. നമ്മൾ അവർ കടത്തുന്ന അവർ പല കാര്യങ്ങളും പല കാലങ്ങൾ കൊണ്ട് അവർ പഠിച്ചെടുത്ത കാര്യങ്ങളുണ്ട്. ആ സ്കിൽസും കൂടി നമ്മളടുത്തേക്ക് എത്തിച്ചു കൊണ്ടുവരിക. ഏതാണ് നമ്മളുടെ വേ ഫോർവേഡ്? ഇതിനകത്ത് ഇപ്പോൾ ഞാൻ നേരത്തെ മാക്സിലോഫേഷ്യൽ സർജറി എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ട്രോമയാണ് എടുക്കുന്നതെന്ന് വിചാരിക്കും. അത് നമുക്കിപ്പോൾ ഈ ഫുട്ബോൾ സീസണിൽ ഉറക്കൊഴിഞ്ഞ് കളി കാണുന്ന പോലെയാണ്. പിറ്റേ ദിവസം രാവിലെ നല്ല ഉറക്കക്ഷീണുണ്ടാവും. ട്രോമയാണെങ്കിൽ അതേ സിറ്റുവേഷൻ ആയിരിക്കും. നമ്മളൊരു സെൻറ്ററിൽ വർക്ക് ചെയ്യുന്നു, കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രോമ വരാം. അത് നൈറ്റ് കോൾ എടുക്കേണ്ടി വരും. ചിലപ്പോൾ എമർജൻസി കേസ് ആണെങ്കിൽ അത് പോയി ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞ് രാവിലെ വന്ന് OP, ചിലപ്പം ക്ലിനിക്കിൽ കുറേ ചെറിയ പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. അപ്പം കോൺസ്റ്റൻ്റ്ലി നമുക്ക് ആ ഒരു സ്ട്രെസ്സും ആ ഒരു ഉറക്കില്ലായ്മയും ചിലപ്പോൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ഫേഷ്യൽ എസ്തെറ്റിക്സ് ആണെങ്കിൽ കുറച്ചും കൂടി കാം ആയിട്ടുള്ളൊരു ലൈഫാണ് നമുക്ക്. പക്ഷേ പേഷ്യൻസിന് പക്ഷേ നല്ല റിസൾട്ട് വേണ്ടി വരും. ഭയങ്കര എക്സ്പെക്റ്റിംഗ് ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ ആ ഒരു ഫൈൻ സ്കിൽസും ആ ഒരു കോസ്മെറ്റിക് എസ്തെറ്റിക് ഫൈൻഡിങ്സ് ഒക്കെ കണ്ട് നല്ലൊരു ഡയഗ്നോസിസ് എത്തി നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. അപ്പം അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം എന്തിന് ഓർമ്മോഫീസ് എടുക്കുന്നത് തീരുമാനിക്കാൻ. വി കനോട്ട് ഡു ഓൾ ദി പ്രൊസീജിയേഴ്സ്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ഭയങ്കര മൾട്ടി ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ചിലപ്പോൾ ഡെൻ്റൽ ഓൾവേർ സർജറി, ഇതിൽ മൈനർ സർജറി, ഓറൽ സർജറി ഒരിക്കലും മോശമല്ല. നമ്മൾ ബ്രെഡ് ആൻഡ് ബട്ടർ ആണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻകം തരുന്നൊരു ഫീൽഡാണ് ഓറൽ സർജറി. അതിനകത്ത് നമുക്ക് ഡിസിംപാക്ഷൻ, ഇംപ്ലാന്റ് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു ഹാപ്പി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊണ്ടുപോകാൻ പറ്റും. Maxillofacial is more of passion. You have to sacrifice some. Sometimes you have to sacrifice oral surgical side. You have to get trained more. ആരെങ്കിലും അണ്ടറിൽ പോയി ട്രെയിൻ ചെയ്യണം. ആ സമയത്ത് നമുക്ക് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ഫേസ് ചെയ്യാൻ പറ്റണം. കോംപ്ലിക്കേഷൻസ് കണ്ട് മനസ്സിലാക്കി അത് മാനേജ് ചെയ്യാൻ പഠിക്കണം. ഇറ്റ്സ് ഓൾ അബൌട്ട് മാനേജിങ് ദ കോംപ്ലിക്കേഷൻസ്. മാക്സിലോഫേഷ്യൽ സർജറിയിൽ നമ്മൾ സ്കിൽ സെറ്റ് ഉണ്ടാക്കുന്ന കൂടെ തന്നെ നമുക്കൊരു കോംപ്ലിക്കേഷൻ കണ്ടാൽ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റണം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇനിയിപ്പോൾ റെസിഡൻസിയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് കൺസേൺ ആയിട്ടുള്ള കാര്യമാണ് അക്കാഡമിക്സ്. ഡോക്ടർ നേരത്തെ തന്നെ പറഞ്ഞു, പ്രാക്ടിക്കലിൻ്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയി നിൽക്കുന്ന ഒരു അക്കാഡമിക്സ്. സോ എത്രത്തോളം വാസ്റ്റാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിനകത്ത് നെവർ ഗോ ആൻഡ് ഡു എ പ്രൊസീജിയർ ഇഫ് യു ആർ നോട്ട് ഷുവർ വാട്ട് യു ആർ ഗോയിങ് ടു ഡു. അതിന് നമ്മൾ അക്കാഡമിക് ആയിട്ടുള്ള പബ്ലിക്കേഷൻസ് വായിക്കണം. ചിലപ്പോൾ നമ്മൾ വായിക്കുന്നത് ചിലപ്പോൾ കുറേ മുമ്പ് ഇറങ്ങിയ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും. ആ പ്രൊസീജിയറൊക്കെ മാറി ഇപ്പം പുതുതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഇപ്പം നമ്മൾ സർജറി തന്നെ ഇപ്പം വെർച്വൽ സർജിക്കൽ പ്ലാനിങ് ആണ്. ഇപ്പം മോസ്റ്റ് ഓഫ് ദ സർജൻസ് നേരിട്ട് പോയിട്ട് സർജറി ചെയ്യില്ല. അതിന് മുമ്പേ തന്നെ വെർച്വൽ സർജിക്കൽ പ്ലാനിങ് ചെയ്തിട്ടാണ് ഈ 3D മോഡൽസിലൊക്കെ വെച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ അപ്ഡേറ്റഡ് ആവണം. അതിന് വേണ്ടിയുള്ള ട്രെയിനിങ് എടുക്കണം. നമുക്ക് എന്തൊക്കെയാണ്, നമ്മൾ എന്താണ് പ്രൊസീജിയർ ചെയ്യാൻ പോകുന്നത്, അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും, അതിൽ എന്തൊക്കെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും എന്നൊക്കെയുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ അതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. എനിക്കതാണ് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മളെ പ്രൊസീജിയറിൽ എത്രത്തോളം നമ്മുടെ സ്കില്ല് നന്നാക്കാം, അവർ ഹാൻഡ് സ്കിൽസ്, മൈനറായിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ കംസ് വിത്ത് എക്സ്പീരിയൻസ്. ഡോക്ടർ പറഞ്ഞ കാര്യം 3 കാര്യങ്ങളാണ്. ഒന്ന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെൻറ്റർഷിപ്പ്. അതായത് ഏത് കാര്യത്തിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എസ്പെഷ്യലി സർജിക്കൽ ഫീൽഡ് ആവുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള മെൻറ്റർഷിപ്പുകൾ, അതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊസീജിയേഴ്സിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ധാരണകളൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ജേർണൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് മനസ്സിലാവാൻ കഴിഞ്ഞത്. കമ്മിങ് ടു ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സർജിക്കൽ ഫീൽഡ് മോർ ടു മെയിൽസ് എന്നുള്ള ഒരു കാര്യം. സോ അങ്ങനത്തെ ഒരു മിത്തിനെ എങ്ങനെയാണ് ഡോക്ടർ കാണുന്നത്? ഒരിക്കലും പറയില്ല. ഞാൻ ഈ പറഞ്ഞ 8 പ്രൊഫസേഴ്സിൽ ഒരു പ്രൊഫസർ വാസ് എ ലേഡി. ഐ സ്റ്റിൽ റെസ്പെക്ട് ഹർ. ഡൽഹിയിൽ മൗലാന ആസാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസ് HOD. ഷി വാസ് വെരി ബ്രേവ്. ഈ ബാക്കി പറഞ്ഞ മെയിൽസ് ആയിട്ടുള്ള സർജൻസിനെക്കാളും മേ ബി ഐ വിൽ സേ ഷീ ഈസ് ബ്രേവ്. അതൊരിക്കലും ഞാൻ പറയില്ല. എനിബഡി ക്യാൻ ഡു സർജറി, ബട്ട് യു ഹാവ് ടു ഷോ യുവർ സ്കിൽസ്. ആ പെർസെവറൻസ് വേണം, നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റണം. പിന്നെ ട്രോമ പോലത്തെ കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ നൈറ്റ് ഡ്യൂട്ടി എടുക്കുക, ഉറക്കൊഴിയുക, ചിലപ്പം നമ്മളെ ഒരു ഒബ്വിയസ് റീസൺസ് കാരണം ചില ആളുകൾക്ക് പറ്റാറില്ല. പക്ഷെ
വേറെ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ ഞാൻ കണ്ടിട്ട് നല്ല ക്ലബ് സർജൻസ് ഉണ്ട്, നല്ല കോസ്മെറ്റിക് സർജൻസ് ഉണ്ട്. കോസ്മെറ്റിക് ഒക്കെ പ്രത്യേകിച്ചിട്ടും ആ ബട്ടർ ഫിംഗർ എന്നൊക്കെ പറയുന്ന പോലെ ലേഡീസ് ഫിംഗർ, അതിലാണ് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടാതെ എനിക്ക് തോന്നിയിട്ടില്ല. ഇതിൽ വേറൊരു കാര്യം നോട്ട് ചെയ്ത് നമ്മളോട് പിള്ളേർ ഏറ്റവും കൂടുതൽ ആസ്പിറൻസ് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഒരു പെർഫെക്റ്റ് കാൻഡിഡേറ്റ് ആരാണ് OMFS? ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളാണ്. ഇതിനകത്ത് പ്രൊആക്റ്റീവായിട്ട് പഠിക്കാനും പുതിയ പുതിയ കാര്യങ്ങൾ തപ്പിപ്പിടിച്ച് അത് ഗ്രഹിച്ചെടുക്കാനും അതുപോലെ തന്നെ ഒരു സ്ട്രെസ്ഫുൾ എൻവയോൺമെൻറ്റിൽ നല്ല രീതിയിൽ കാമായിട്ട് അത് മാനേജ് ചെയ്യാനും പറ്റുന്ന ആളുകൾ. ഇൻ ബിറ്റ്വീൻ ടൈപ്പ് എ ആൻഡ് ടൈപ്പ് ബി പേഴ്സണാലിറ്റീസിനാണ് സർജറി ഏറ്റവും നല്ലത്. അത് വിചാരിച്ചിട്ട് മറ്റവർക്ക് പറ്റില്ല എന്നല്ല, ഒരു ഇടയ്ക്കിങ്ങനെ പോകണം. ലൈക്ക് വീൽ ഫേസ് ഓൺ ഇൻ ബിറ്റ്വീൻ സർജറി നമുക്ക് ചിലപ്പോൾ നല്ലൊരു ബ്ലീഡിങ് ഉണ്ടായി വരും. അത് കാണുമ്പം പേടിക്കാതെ അത് മാനേജ് ചെയ്യാൻ പറ്റും. അത് വൺസ് യു എൻ്റർ ഇൻ ടു ദ റെൽം ഓഫ് മാക്സിലോഫേഷ്യൽ സർജറി അല്ലെങ്കിൽ ക്രേനിയോ മാക്സിലോഫേഷ്യൽ സർജറി യു വിൽ ഗെറ്റ് സ്കാഡ്. പലപ്പോഴും നമ്മൾ പഠിക്കും. അപ്പം അതിന് വേറൊരു കാര്യം കൂടി വേണം, നമുക്ക് കൂടെ ടീം വർക്ക് വേണം. സർജറി ബാക്കി ഡെൻറ്റിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ്സിനെ വെച്ച് നോക്കുമ്പോൾ സർജറിയിൽ ഞാൻ ഏറ്റവും വ്യത്യാസം കണ്ടത് ഇറ്റ്സ് എ ടീം വർക്ക്. പലപ്പോഴും ഒരാൾ കൂടെ വേണം, നല്ലൊരാൾ കൂടെ നല്ലൊരു ടീമായിട്ട് ചെയ്യാൻ പറ്റണം. നല്ല ന്യൂറോ സർജനോ അല്ലെങ്കിൽ നല്ല ഓക്യുലോപ്ലാസ്റ്റിക് സർജനോ നമ്മളെ കൂടെ വേണം. നല്ല ഓർത്തഡോണ്ടിസ്റ്റ് വേണം. നല്ലൊരു ഓർത്തനാറ്റിക് സർജറി നല്ലൊരു റിസൾട്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ ഓർത്തഡോണ്ടിസ്റ്റ് ഷുഡ് ബി ഗുഡ്. അവരുടെ ഡയഗ്നോസിസ് ശരിയാവണം, നമ്മളെ പ്രൊസീജിയർ ശരിയാവണം. ഇത് കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് ഓപ്പിൽ എന്തൊക്കെ ശരിയാക്കാൻ പറ്റും എന്നുള്ളത് നമുക്കറിയണം. ഒരു ഇൻറ്റൻസീവ് കെയറിൽ നല്ല ആൾക്കാർ വേണം. അപ്പോൾ ഇതൊരു ഒറ്റൊരാൾ പട്ടാളല്ല, ഇറ്റ്സ് എ ടീം വർക്ക്. യൂഷ്വലി ഡെന്റലിൽ ഉണ്ടാകുന്ന പെൻഡോഡോണ്ടിസ്റ്റ് പറയുമ്പോൾ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അവർ തന്നെ ചെയ്യുന്നു എന്നുള്ളതാണ്. അതിലുപരിയായിട്ട് ഒരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്, മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റിയാണ്. കമ്മിങ് ടു ഡോക്ടറെ, നമ്മുടെ പോസ്റ്റ് MDS കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ എന്തൊക്കെ ആക്റ്റീവ് ട്രീറ്റ്മെൻറ്റ്സ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ പോസ്റ്റ് PG ഒരു 5 ഇയർ നമുക്ക് നമ്മുടെ സ്കിൽ സെറ്റൊക്കെ മനസ്സിലാക്കാനുള്ളൊരു സമയമുണ്ട്. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഓറൽ സർജറി മാത്രമായിട്ട് നമുക്കൊരു ക്ലിനിക്കൽ പ്രാക്ടീസിലേക്ക് പോവാം. ഇറ്റ് വിൽ ഗിവ് യു ഗുഡ് ലൈഫ്. കുറച്ചും കൂടി നമുക്ക് ഈ പറഞ്ഞ പോലെ സ്ട്രെസ് ഒന്നും ഇല്ലെന്ന് നല്ലോണം ഉറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ലൈഫ് പറ്റും. മാക്സിലോഫേഷ്യൽ സർജറിയിലേക്കാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വി ഹാവ് ടു ഗെറ്റ് ട്രെയിൻഡ്. നല്ല സെൻറ്ററിൽ പോകണം. നമ്മൾ എന്താണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം ഓർത്തനാറ്റിക് സർജറി ആണെങ്കിൽ ഇപ്പം AMS ഞങ്ങളെ അസോസിയേഷൻ ഓഫ് ഓറൽ മാക്സിലോഫേഷ്യൽ സർജറി ഇന്ത്യ ഫെലോഷിപ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഫേഷ്യൽ എസ്തെറ്റിക്സിലുണ്ട്, ഓർത്തനാറ്റിക് സർജറിയിലുണ്ട്, ക്ലെഫ്റ്റ് ലിപ്പ് പാലറ്റിലുണ്ട്, ഓങ്കോ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറിലുണ്ട്, ട്രോമയിലുണ്ട്. കുറേ പ്രൊസീജിയേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. TMJ, ഇപ്പം ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ്, പിന്നെ ജോയിൻറ്റ് ആർത്രോസ്കോപ്പി, ജോയിൻറ്റിൻ്റെ ഉള്ളിലുള്ള പ്രോബ്ലംസ്. ചില ആൾക്കാർക്ക് ജോയിൻറ്റ് പെയിൻ ഉണ്ടാവും. അതിനിപ്പം റീസെൻറ്റ് ടെക്നോളജി അല്ലെങ്കിൽ ആർത്രോസ്കോപ്പി ഒക്കെ വെച്ച് നമ്മൾ നല്ല നല്ല പ്രൊസീജിയേഴ്സ് ചെയ്ത് പേഷ്യൻസിന് നല്ല ട്രീറ്റ്മെൻറ്റ് ഔട്ട്കം, നല്ല റിസൾട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇതിലേതിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് പോവാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അക്കാഡമിക്കലി ഫെലോഷിപ്സ് എബ്രോഡ് ഉണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ചില എക്സാംസ് ഒക്കെ ഫെലോഷിപ്പായിട്ട് തന്നെ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം AMSയുടെ തന്നെ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യൻ ബോർഡ് ഓഫ് ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജൻസ് ഉണ്ട്. അതുപോലെ ഇൻ്റർനാഷണൽ ബോർഡ് ഓഫ് ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജൻസ് ഉണ്ട്, MOMS ഉണ്ട്, റോയൽ കോളേജ് ഓഫ് സർജൻസിൻ്റെ. അങ്ങനെ കുറേ കാര്യങ്ങളിൽ നമുക്ക് വീണ്ടും ഡിഗ്രീസ് എടുക്കാം, എക്സ്പ്ലോർ ചെയ്യാം. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഹാൻഡ് സ്കിൽ ഉണ്ട്. ചിലപ്പോൾ ഈ ഡിഗ്രി മാത്രം പോരാ, ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടി നമ്മളെ ഹാൻഡ് സ്കില്ല് നന്നാക്കാൻ നല്ല ഹാൻഡ്സ് ഓൺ കോഴ്സസിന് പോകേണ്ടി വരും. ചില ആൾക്കാരുടെ അണ്ടറിൽ പോയി നല്ല രീതിയിൽ നമ്മൾ ട്രെയിൻഡ് ആവേണ്ടി വരും. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് സർജറി ഈസ് എ ബിഗ് അവന്യൂ. എൻഡോയിലും ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഇപ്പോൾ മൈക്രോസ്കോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ ട്രെയിനിങ്ങിന് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഇപ്പം ഞാൻ ഈ പറഞ്ഞതിൽ കൂടുതൽ നമുക്ക് ചെയ്ത് എടുക്കാം. ഓക്കെ, ഐ എം ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് ദ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ്. ഇതിൽ മാത്രം ഫോക്കസ് ചെയ്ത് റൈനോപ്ലാസ്റ്റി മാത്രം ഫോക്കസ് ചെയ്ത് ഇൻ്റർനാഷണൽ പേഷ്യൻസ് വന്നുകൊണ്ടിരിക്കുന്ന സർജൻസ് ഈ ഇന്ത്യയിലുണ്ട്. ക്രേനിയോഫേഷ്യൽ സർജറി നമ്മളെ കേരളത്തിൽ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അങ്ങനെയാണ് നമ്മൾ എവിടെ പോയി എങ്ങനെ ട്രെയിൻഡ് ആവുന്നു എന്നുള്ളതാണ്. നമ്മൾ എവിടെ ഒതുങ്ങുന്നു, നമ്മൾ എങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നു, അതാണ്. ഇതിൽ ചാലഞ്ചസിനെ കുറിച്ചൊക്കെ നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യമാണ്. സോ ഒരു OMF സർജൻ്റെ ബിഗ്ഗസ്റ്റ് ചാലഞ്ച് എന്താണ് ഡോക്ടർ നോക്കിക്കാണും? ബിഗ്ഗസ്റ്റ് ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിക്ക് സ്റ്റാർട്ട് എന്ന് പറയില്ല, നമുക്ക് എപ്പോഴും ഒരു ഗോഡ് ഫാദർ ഫിഗർ എന്തായാലും വേണം. അതില്ലാതെ യു ഹാവ് ടു ഏൺ യുവർ ബ്ലേഡ് എന്നാണ് ഞാൻ എല്ലാ ജൂനിയേഴ്സിനോടും പറയുന്നത്. അതിന് നല്ലൊരു മെൻറ്ററിനെ കിട്ടുക എന്നുള്ളതാണ്. അതാണ് ഫസ്റ്റ് ചാലഞ്ച്. എന്നാലേ നമുക്ക് നല്ലൊരു മെൻറ്ററിനെ കിട്ടിയാലേ ഉള്ളൂ നല്ലൊരു സെൻറ്ററിൽ പോയിട്ട് നമുക്ക് ഒറ്റയ്ക്ക് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ധൈര്യം കിട്ടുള്ളൂ. അങ്ങനെ ഒരു മെൻറ്ററിനെ കണ്ടുപിടിക്കുക, പുള്ളിയുടെ കൂടെ ലോയലായിട്ട് നിന്ന് നമ്മൾ കാര്യങ്ങൾ പഠിച്ച് അവരെ ട്രസ്റ്റ് കിട്ടി അവരുടെ അടുത്ത് നിന്ന് നമ്മൾ സ്കിൽ സെറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഓപ്പറേറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. ആ സമയത്ത് നമുക്ക് പഠിച്ചു പോകാൻ പാടില്ല. അതിനൊക്കെ വേണ്ടത് എന്താ? അവർ പ്രയർ ട്രെയിനിങ്. കോംപ്ലിക്കേഷൻസും കണ്ട് കാര്യങ്ങളൊക്കെ കണ്ട് നമ്മളൊരു നല്ല പേഷ്യൻറ്റ് ഇൻഫ്ലോ ഉള്ള സ്ഥലത്താണ് ട്രെയിനിങ് എടുക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഗവൺമെൻറ് കോളേജസിലൊക്കെ എടുക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും
ഫുട്ഫോൾ ഉള്ള സ്ഥലങ്ങളാണ്. അവിടെ നിന്ന് നമുക്ക് കുറേ കോംപ്ലിക്കേഷൻസ് കാണാൻ പറ്റും. ചിലപ്പോൾ നല്ല ഇപ്പം ഈ ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജസ് എന്ന് പറയുന്ന സവിത, അല്ലെങ്കിൽ ഇപ്പം മൗലാന ആസാദ് കോളേജ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസസ് ഒക്കെ പോയി കഴിഞ്ഞാൽ ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവും. ചില ഫെലോഷിപ്പ് സെൻറ്റേഴ്സ് ഉണ്ട്, അവിടെയൊക്കെ പോയാൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജി വ്യത്യാസമുണ്ട്. ഇപ്പം ഞാൻ റീസെൻ്റ്ലി എൻ്റെ ഫെലോഷിപ്പിന് അബ്രോഡ് പോയത് ജർമ്മനിയിലാണ്, ഒരു മിലിറ്ററി ഹോസ്പിറ്റലായിരുന്നു, ആം ഫോഴ്സസ് ഹോസ്പിറ്റൽ ഉൽമ. അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ റിലൈ മോസ്റ്റ്ലി ഓൺ ടെക്നോളജി. നമുക്ക് നമ്പേഴ്സ് ഉണ്ട്, അവർക്ക് ടെക്നോളജി ആണ്. അവിടെ ഇൻട്രോപ്പറേറ്റീവ് CT ഉണ്ട്. അത് ഇന്ത്യയിൽ എത്ര സെന്റേഴ്സിൽ ഉണ്ടെന്ന് എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നു ജർമ്മനിയിൽ തന്നെ 2 സെന്ററേ ഉള്ളൂ. അപ്പോൾ അവിടെ നോ പേഷ്യൻറ്റ് ഗോസ് ഔട്ട് ഓഫ് ദ ഓപ്പറേഷൻ തിയേറ്റർ വിത്തൗട്ട് എ CT ടേക്ക്. ഓക്കെ, ഇൻട്രോപ്പറേറ്റീവ് CT എടുത്ത് അത് കൺഫേം ചെയ്തിട്ടേ ഉള്ളൂ ആ പേഷ്യൻ്റ് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പുറത്തു പോകുന്നുള്ളൂ. അവിടുത്തെ സ്റ്റെറിലൈസേഷൻ പ്രോട്ടോക്കോൾ വ്യത്യാസമുണ്ട്. അപ്പം അതിലൊരു നമുക്ക് നമ്മളെ തന്നെ പ്രാക്ടീസ് എലിവേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ അവിടെ നിന്ന് പഠിച്ചെടുക്കും. ഇറ്റ്സ് നോട്ട് അബൌട്ട് സർജറി, അത് ഹാൻഡ് സ്കിൽസ് അല്ല, പക്ഷേ നമ്മുടെ ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻഫെക്ഷൻ കുറയ്ക്കാനുള്ള രീതി, നമ്മളെ ഔട്ട്കം ബെറ്റർ ആക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളതും അങ്ങനെ പഠിച്ചെടുക്കാം. ഓക്കെ, കുറച്ച് റാപ്പിഡ് ക്വസ്റ്റ്യൻസിലോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, ഇംപ്ലാന്റ് ഓർ ട്രോമ? ഓൾവേസ് ട്രോമ ഫോർ ലക്ഷട്ടൻ. ആക്ച്വലി ഞാൻ തന്നെ കുറേ സ്റ്റാറ്റസിൽ ഇഷ്ടം പോലെ കേസസ് ഡെയിലി ബേസിസിൽ കാണാറുണ്ട് ട്രോമ റിലേറ്റഡ് ആയിട്ടുള്ള. ഐ ലൈക്ക് ഇംപ്ലാന്റ്, കാരണം ട്രോമാൻ്റെ ഒരു പാർട്ടാണ് ഇംപ്ലാന്റ്. ബിക്കോസ് സം കേസസ് ദർ വിൽ ബി ലോസ് ഓഫ് ബോൺ ആൻഡ് ഓൾ. അപ്പം നമുക്ക് ചിലപ്പം ഇലാക്രസ്റ്റോ എന്തെങ്കിലുമൊക്കെ വെച്ച് റീകൺസ്ട്രക്ട് ചെയ്ത് അവിടെ പല്ല് വെച്ച് കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ഈ ഒരു ഭാഗമില്ലാത്ത പേഷ്യൻസിന് നമ്മൾ ഡെന്റൽ ഇംപ്ലാന്റോളജി എന്ന് പറയുന്നത് നമ്മൾ പല്ല് പോയ സ്ഥലത്ത് ജസ്റ്റ് വെക്കുന്നത് മാത്രമല്ല, ചില സമയത്ത് എല്ലില്ലാത്ത സ്ഥലത്ത് നമ്മൾ എല്ലിനെ കണ്ടുപിടിച്ച് അവിടെ കൊണ്ടുപോയി ഇംപ്ലാന്റ് ഇടുന്നതുണ്ട്. എക്സാക്ട്ലി. വൺ മോസ്റ്റ് ഫണ്ണി ആയിട്ടുള്ള ഒരു തിങ് റെസിഡൻസി ടൈമിൽ സംഭവിച്ച ഏതെങ്കിലുമൊക്കെ റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഫണ്ണി ആയിട്ട് തിങ് എല്ലാ റെസിഡൻസിയും റെസിഡൻസിനെ പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് ആക്ച്വലി ഒരു ഫ്രറ്റേണിറ്റി അല്ലെങ്കിൽ ഒരു നല്ല രസമാണ്. നമുക്ക് ഇപ്പം കാലിക്കറ്റിൽ 3 PGs ഉണ്ട്, 3 ബാച്ച് ഓഫ് റെസിഡൻസി വരുമ്പോൾ 9 ആൾക്കാരുണ്ടോ. ആ സമയത്ത് ഉണ്ടാവുന്ന തമാശകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു രസം. ഭയങ്കര രസമാണ്. നൈക്കോൾസിൽ പല തമാശകളുണ്ട്. പലപ്പോഴും ഡ്രഗ് ആയിട്ടുള്ള പേഷ്യൻസ് വരും. ഗവൺമെന്റ് സെറ്റപ്പ് ആണെങ്കിൽ പല രീതിയിലുള്ള സംഭവങ്ങൾ. ഇപ്പം ഈ നമ്മൾ വാർത്തയിലൊക്കെ കാണുന്ന പോലെ പേഷ്യൻസ് ഫുൾ അഗ്രസീവ് ആയിരിക്കും. ചിലപ്പോൾ ഡ്രഗ് ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും, അവരെ മാനേജ് ചെയ്തിട്ടുള്ള വിറ്റുണ്ട്. കൂടെയുള്ള ഇന്റേൺസ് ഫ്യൂച്ചർ ചെയ്യുന്ന സമയത്ത് ഇന്റേൺസിനോട് റിട്രാക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് റിട്രാക്ടും പിടിച്ച് കടന്നുറങ്ങിയ ഇന്റേൺസിനൊക്കെ അറിയാം. ഡൂയിങ് ഗുഡ് നൗ. പേര് പറയുന്നില്ല. ഇല്ല, അതൊക്കെ നല്ല രസമായിരുന്നു. കാരണം നമ്മൾ ഫ്യൂച്ചർ ചെയ്യുന്നത് നമ്മൾ ഈ ഒരു പ്രൊസീജിയറിൽ ഭയങ്കര ഫോക്കസ്ഡ് ആയിരിക്കും. ഇന്റേൺ ഉണ്ട് അവിടെ. മോസ്റ്റ് സാറ്റിസ്ഫൈങ് തിങ് അബൌട്ട് OMFS എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത്? എവറിത്തിങ്. എൻ്റെ BDS ഒരു 3rd ഇയറിൽ എൻ്റെ ഒരു മാഡം ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തി ആണ് എന്നെ ഫസ്റ്റ് ഒരു എൻ്റെ ഓർമ്മ 2/6 എക്സ്ട്രാക്ട് 2/6 എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് മാക്സിലറി മോളാർ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ അതിങ്ങനെ പിടിക്കുക. ഫസ്റ്റ് കേസാണ്. അപ്പോൾ മാം വന്നിട്ട് ഇങ്ങനെ കൈ അങ്ങ് പിടിച്ച് വലിച്ചു. ഇതിങ്ങനെ ബക്കലിയാണ് പുള്ളി. അതേ ടെക്നിക്കാണ് ഞാനിപ്പോഴും ആ മാം എൻ്റെ കൈ പിടിച്ചത് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പോൾ ഇതിനകത്ത് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഡീപ്പായിട്ടുള്ളൊരു ഇമ്പാക്ഷൻ. ഞാൻ മാക്സിലോഫേഷ്യൽ സർജറി അല്ല പറയുന്നത്, ഓറൽ സർജറിയെ പറ്റുന്നത്. നല്ല ഡീപ്പായിട്ടുള്ളൊരു ഇമ്പാക്ഷൻ. എനിക്ക് മൂക്കിൻ്റെ ഉള്ളിൽ വരെ ഞാൻ പല്ലിനെ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒക്കെ കേസ് എടുത്ത് ആ പല്ലിങ്ങനെ പുറത്ത് വരുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും. എല്ലാ കേസും സർജറി കഴിഞ്ഞ് ആ പേഷ്യൻ്റ് ഇപ്പം ഒരു ട്രോമ പേഷ്യൻ്റാണ്, ട്രോമ ഓർത്തനാറ്റിക് സർജറി. പ്രത്യേകിച്ചും ട്രോമ ഞാൻ അങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് വേണ്ട ആ ലൈഫ് മാറാൻ. ആ പേഷ്യൻറ്റിൻ്റെയും പേഷ്യൻ്റെ ബൈസ്റ്റാൻഡേഴ്സിൻ്റെയും എല്ലാവരും ലൈഫും കുബർ-റോസ് മോഡൽ എന്ന് പറയും. നമുക്കിപ്പോൾ ഒരു വലിയ അസുഖമാണ് വരുന്നതെങ്കിൽ നമുക്കൊരു ഡിനയൽ, ഡിപ്രഷൻ, ബാർഗനിങ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജ് ട്രോമയിൽ കുറവാണ്. ഒരു പേഷ്യൻ്റ് ആക്സിഡൻറ്റ് വരുന്നു, ഒരു 80 കിലോമീറ്റർ സ്പീഡ് അല്ലെങ്കിൽ 100 കിലോമീറ്റർ സ്പീഡിലാണ് ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. അയാളുടെ ലൈഫ് ആ ഭാഗത്ത് സ്പേസ് അങ്ങ് പോവുകയാണ്. ആ ഫേസിനെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുക, ആ പേഷ്യൻറ്റിന് സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കാൻ പറ്റുക, അതാണ് ഏറ്റവും ഫങ്ഷണൽ റിസൾട്ട്. ഫസ്റ്റ് ആ റിസൾട്ട് കൊടുക്കാൻ പറ്റുക. പലപ്പോഴും ആ പേഷ്യൻസ് നല്ല രീതിയിൽ ന്യൂറോ സർജറി ഇഷ്യൂസ് ഉണ്ടാവും, ഹെഡ് ഇഞ്ചുറി ഉണ്ടാവും. അവരൊക്കെ ട്രോമ കഴിഞ്ഞ് ചിലപ്പോൾ 1-2 മാസം കോമ പോലത്തെ സിറ്റുവേഷനിലായിരിക്കും. ഇവരെ പിന്നെ ഒരു മര്യാദയ്ക്കുള്ള ഒരു രീതിയിൽ കാണുന്ന 1 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. ആ 1 വർഷം കഴിഞ്ഞിട്ട് ആ പേഷ്യൻറ്റിനെ കാണുമ്പോൾ ആ പേഷ്യൻ്റ് നടന്നു വരുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, ലൈക്ക് ഒരു വളരെ സന്തോഷമാണ്. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, തീരെ പറ്റില്ല. കാരണം പല പേഷ്യൻസിനെയും നമ്മൾ വിൽ തിങ്ക് ദാറ്റ് വി ഹാവ് ലോസ്റ്റ് ദ പേഷ്യൻറ്റ്. അങ്ങനത്തെ കേസസ് ദേ വാക്ക് ഇൻസൈഡ് യുവർ OP വേറെ ഫീലിംഗ് തന്നെയാണ്. ഒരുപാട് MDS ആസ്പിരൻസ് അതുപോലെ തന്നെ BDS പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വീഡിയോ കാണുന്നുണ്ടാവും. സോ MDSനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ MDS എടുക്കാൻ പോകുന്ന ആൾക്കാർക്കുള്ള ഒരു അഡ്വൈസ് എന്താണ് ഡോക്ടർ? നമ്മൾ BDS കഴിയുമ്പോൾ ഇപ്പം ഞാൻ എല്ലാ ആൾക്കാരോടും BDSൻ്റെ സമയത്ത് തന്നെ നമുക്കൊരു ധാരണ ഉണ്ടാവണം. വാച്ച് യുവർ സ്പെഷ്യാലിറ്റി എന്നുള്ളത്. എൻഡോഡോണ്ടിക്സ് ആണോ,
പ്രോസ്റ്റോഡോണ്ടിക്സ് ആണോ ഓർത്തോഡോണ്ടിക്സ് ആണോ OMFS ആണോ എന്നുള്ളത് അത് മനസ്സിലാക്കാൻ പറ്റിയ അവർ റെസിഡൻസി വിൽ ബി ഈസി. നമ്മൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ വെൻ യു ഡു വാട്ട് യു ലവ് യു ആർ നോട്ട് വർക്കിംഗ്. നമ്മൾ പാഷനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പാഷൻ കണ്ടുപിടിച്ച് ആ ഒരു PG കിട്ടാൻ വേണ്ടി ശ്രമിക്കുക. ആ PGക്ക് വേണ്ടി ഞാൻ PGക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ വീട്ടിൽ നിന്നിട്ടാണ് പഠിച്ചത്. അന്ന് അങ്ങനെ സെൻറ്റേഴ്സ് ഒന്നുമില്ല. 2013 ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് ഈ കഥ എനിക്ക് നമ്മളെ സമയത്തൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഇരുന്ന് പഠിക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ് അല്ലേ? പഠിക്കുന്ന ആൾക്കാർക്ക് അറിയാം. ഒരു നമ്മളിങ്ങനെ പഠിച്ചോണ്ട് നിൽക്കുമ്പോൾ പുറത്തൊക്കെ ഇങ്ങനെ നോക്കും, വെളിച്ചായോ രാവിലെ ആയോ, അങ്ങനെ എത്ര പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അത് ആ ഒരു സോൺ ഔട്ട് ചെയ്ത് നമ്മളതിലേക്ക് പഠിച്ചു പോകും. ഇത് കിട്ടണം എന്നുള്ള ആഗ്രഹമാണ് നമുക്ക്. അന്നത്തെ മേജർ കോൺടാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരുന്നൊരു പോസ്റ്റ്മാനാണ് എനിക്കിപ്പോഴും അതോട്ട് കേട്ടോ. അപ്പോൾ പോസ്റ്റ്മാനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കുക. പുള്ളി ചോദിക്കുക എന്തെങ്കിലും ഇത് ഫുൾ ടൈം ബുക്കിൻ്റെ മുമ്പിലുള്ള ഒരു ബാൽക്കണിയിൽ പോയിട്ട് ഇരുന്ന് പഠിക്കുമ്പോൾ പുള്ളി ചോദിക്കും എന്തെങ്കിലും പഠിച്ചോണ്ടിരിക്കാനുള്ള ഫുൾ ടൈം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പോൾ പുള്ളിക്ക് ഓൾറെഡി ഇവിടുത്തെ മെഡിക്കൽ സ്റ്റുഡൻസ് പഠിക്കുന്നതും പലരും ഇവിടെ ചുറ്റോട്ടത്തിരുന്ന് മെഡിക്കൽ കോളേജിൻ്റെ ചുറ്റോട്ടത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ. അവരൊക്കെ കണ്ടിട്ട് അറിയാം ഇതിന് എത്രത്തോളം ഡിഫിക്കൽറ്റി ഉണ്ട്. നമ്മളൊരു ദിവസം 16 hours to 18 hours ഒക്കെ ചിലപ്പോൾ ഇരുന്ന് പോകാറുണ്ടെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പം പുള്ളിനോട് പറഞ്ഞു ഇത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്, പ്രത്യേകിച്ചിട്ടും ഗവൺമെൻറ് MDS കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡ്രോപ്പ് ഔട്ട്, ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. 0.002% ആണ് ഗവൺമെൻറ് സീറ്റ് കിട്ടാമെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് അറിയില്ല. അപ്പോൾ അത് കിട്ടണം, എനിക്ക് ഗവൺമെൻറ് കിട്ടണം, എനിക്ക് എൻ്റെ ആഗ്രഹം കാലിക്കറ്റ് കിട്ടണം എന്നാണ്. അതിന് ഒബ്വിയസ് റീസൺസ് എനിക്കുണ്ടായിരുന്നു. അപ്പം പുള്ളി എന്നോട് പറഞ്ഞു നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചാൽ മതി, നിങ്ങൾക്കൊരു സീറ്റ് ഉണ്ട്, അത് മാത്രം ആലോചിക്കുക. വേറൊരാൾക്ക് കിട്ടുമോ വേറൊരാൾക്ക് കിട്ടില്ലേ ഒന്നും ആലോചിക്കേണ്ട. നിങ്ങളെ സീറ്റ് ഇന്നതാണ്, അതിനു വേണ്ടി ട്രൈ ചെയ്യും. സ്നൈപ്പർ ഷോട്ട് എന്താണോ വേണ്ടത് അതിനു വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യും. എന്തെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ചെയ്യുമ്പോഴാണ് വീൽ ഗെറ്റ് സ്റ്റക്ക്. നല്ലോണം പഠിക്കുന്ന ആൾക്കാർ ചിലപ്പം പറ്റുന്ന എന്താണെന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കും, ഒരു നല്ല റാങ്ക് കിട്ടും. ഈ റാങ്കിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച സാധനം കിട്ടില്ല. അപ്പം ആ റാങ്കിന് എന്താണോ കിട്ടുന്നത് അത് പോയി എടുക്കും. പിന്നെ നമ്മളെ ആ പാഷൻ അവിടെ സ്റ്റോപ്പായി. പിന്നെ ആ ഒരു ലൈക്ക് വീൽ ബി ഇൻ അവർ 27, 28 ആ ഒരു ഏജ് ഗ്രൂപ്പിലായിരിക്കും നമ്മളത്. PG കഴിയുമ്പോഴേക്കും മിഡ് ലൈഫ് ക്രൈസിസ് ഒക്കെ ഏതാണ്ട് ഇങ്ങനെ തുടങ്ങുന്നൊരു സമയം. പിന്നെ നമുക്ക് ഇതിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. അപ്പം എഫേർട്ട് ഇടുന്ന സമയത്ത് ഗിവ് 100 to 200% എഫേർട്ട്. ആ ഒരു സമയത്ത് നമുക്ക് ചിലപ്പം കുറേ ആളുകൾ നമ്മളെ ഫ്രണ്ട്സ് തന്നെ പല ആളുകളെയും നമുക്ക് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. കാരണം നമ്മൾ ആ സമയത്ത് ഇതിലേക്ക് തന്നെയാണ് ഫോക്കസ്. പക്ഷേ ദ ബെസ്റ്റ് വൺസ് വിൽ റിമൈൻ. ദേ നോ വാട്ട് വി ആർ ഡൂയിങ്. നമ്മളെ ഗോൾ എന്താണെന്ന് അറിയാം, നമ്മളെ ടാർഗറ്റ് എന്താണെന്ന് അറിയാം. ദേ വിൽ സപ്പോർട്ട് യു. യു വിൽ ഫൈൻഡ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്സ് ഓൾസോ വെൻ യു പ്രിപ്പയർ. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. കറൻ്റ്ലി ഇപ്പോൾ ഈ ഫേഷ്യൽ എസ്തെറ്റിക്സിലേക്ക് OMFS സർജൻസ് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. ഈ ഫേഷ്യൽ എസ്തെറ്റിക്സിൻ്റെ ഒരുപാട് ഹെയർ അടക്കമുള്ള ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്നുണ്ട്. സോ അതിനെതിരെ കുറേ കോൺട്രവേഴ്സീസ് നിൽക്കുന്നുണ്ട്. സോ ആ ആക്ടിവിറ്റീസിനെ എങ്ങനെയാണ് കാണുന്നത്? അതിനുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സ്പൈൻ സർജറി, ഓർത്തോക്കാർ ഫെലോഷിപ്പ് എടുത്ത് സ്പൈൻ ചെയ്യുന്നുണ്ട്, ന്യൂറോ സർജറിക്കാർ സ്പൈൻ എടുത്തിട്ട് സ്പൈൻ സർജറി ചെയ്യുന്നുണ്ട്. അതേപോലത്തെ ഒരു ഓവർലാപ്പാണ് നമ്മളതിലുള്ളത്. ഇപ്പം NDC അല്ലെങ്കിൽ DCI, ഡെന്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ, ഇപ്പോൾ അത് നാഷണൽ ഡെന്റൽ കമ്മീഷനായി. ഇവരുടെ സർക്കുലർ പ്രകാരം മാക്സിലോഫേഷ്യൽ സർജൻസിന് ഫേഷ്യൽ എസ്തെറ്റിക്സ് ചെയ്യാം, ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം, ഫേസ് ലിഫ്റ്റ് ചെയ്യാം, റൈനോപ്ലാസ്റ്റി ചെയ്യാം, ഈവൻ ഫിബുല ഗ്രാഫ്റ്റ് എല്ലാതും എടുക്കാൻ പറ്റും. ഇതിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ കാര്യങ്ങൾ പലതും ഓവർലാപ്പായിട്ട് പ്ലാസ്റ്റിക് സർജൻസിനും ചെയ്യാം, ഡെർമറ്റോളജിസ്റ്റിനും ചെയ്യാം. ഇതിനകത്ത് പേഷ്യൻസ് എപ്പോഴും ഇവിടെ കൺഫ്യൂസ്ഡ് ആവുന്നത്. ഡെന്റിസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കൊടുക്കും. മാക്സിലോഫേഷ്യൽ സർജൻസ് ആണ് ചെയ്യുന്നത്. വി ആർ ട്രെയിൻഡ് ടു ഡു മാക്സിലോഫേഷ്യൽ സർജറി. പലപ്പോഴും ഒരു മെഡിക്കൽ, അതായത് സർജിക്കൽ അല്ല, മെഡിക്കൽ സ്പെഷ്യാലിറ്റി പോലത്തെ ഡെർമറ്റോളജിസ്റ്റിനേക്കാളും കൂടുതൽ സർജിക്കൽ എക്സ്പോഷർ നമുക്ക് ചിലപ്പോൾ ഉണ്ട്. നമ്മൾ സ്കള്ളിൻ്റെ അടുത്തും സ്കൾ ബേസിൻ്റെ അടുത്ത് പോയി ചെയ്യലുണ്ട്. ഇപ്പോൾ ന്യൂറോ സർജന് ഇപ്പം സ്കള്ളിൻ്റെ അടുത്ത് എന്തെങ്കിലും സർജറി ഉണ്ടെങ്കിൽ നമ്മളാണ് ഇത് ആക്സസ് ഓസ്റ്റോട്ടമി ചെയ്തിട്ട് സ്കള്ള് തുറന്നു കൊടുക്കുക. അതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത്രയും സർജിക്കൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റിയാണ് നമ്മുടെ. അപ്പം വി ആർ ട്രെയിൻഡ്. ഇതിൽ ആരെ ചൂസ് ചെയ്യുന്നു എന്നുള്ളത് ഇറ്റ്സ് അപ് ടു ദ പേഷ്യൻറ്റ്. നമ്മൾ ഇപ്പോൾ ആര് ചൂസ് ചെയ്താലും ഹി ഷുഡ് ബി ഗുഡ്. അവരെന്താണോ റിസൾട്ട് ആഗ്രഹിക്കുന്നത് ആ റിസൾട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരാളാവണം അവരെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ. അതിൽ സ്പെഷ്യാലിറ്റിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ സ്കില്ലും അതിനകത്തുള്ള മൈന്യൂട്ട് ഡീറ്റെയിൽസ് നോക്കിയിട്ട് ഫേഷ്യൽ എസ്തെറ്റിക്സിനെ നല്ല രീതിയിൽ നമുക്ക് നല്ലോണം നോക്കി ഈഗിൾ സൈ എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ നോക്കി നല്ല റിസൾട്ട് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. അങ്ങനത്തെ ഒരാളെ ചൂസ് ചെയ്യുക. അതിന് ഇന്ന സ്പെഷ്യാലിറ്റി എന്നൊന്നുമില്ല. വി ആർ ഓൾ ട്രെയിൻഡ് ആൻഡ് വി ഹാവ് സം ഓവർലാപ്പ്. അതൊക്കെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും തമ്മിൽ പല ഓവർലാപ്സും കാലാകാലങ്ങളായിട്ടുണ്ടാവുന്നത്. ഓക്കെ, OMFS റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കൺസേൺസിനുള്ള ഒരു പ്രോപ്പർ സൊല്യൂഷൻസ് തന്നെയാണ് ഡോക്ടർ നമുക്ക് തന്നത്. ബേസിക്കലി OMFSനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഈവൻ ഞാനടക്കം ഇൻറ്റേൺഷിപ്പിൻ്റെ സമയത്തൊക്കെ മനസ്സിലാക്കിയ ഒരുപാട് കാര്യങ്ങൾ വളരെ ആക്റ്റീവ്ലി ഡോക്ടർ നമ്മളായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഡോക്ടർ ആക്ച്വലി ഒരു കേസിൽ നിന്ന് ഇൻ ബിറ്റ്വീനാണ് വന്നത്. സോ വളരെ ഹെക്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ട് ഒരു MBBS ഡോക്ടർ കൂടെ തന്നെ നിന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഡെന്റിസ്ട്രിയിലെ എനിക്ക് തോന്നുന്നു 1
പ്രൊഫഷൻ അല്ലേ, ഡെന്റിസ്റ്റിൽ ഒരു എല്ലാതും അതെ. ഇപ്പം പീഡിയോളജിസ്റ്റുകൾ ദേ ആർ ഡൂയിങ് പ്രൊസീജിയേഴ്സ് അണ്ടർ ജി, എല്ലാവർക്കും ഉണ്ട്. സോ ഫൈനലായിട്ട് എന്താണ് വൈൻഡ് അപ്പ് ചെയ്യാൻ പറയാനുള്ളത്? വൈൻഡ് അപ്പ് ചെയ്യാൻ, ഇഫ് യു ആർ പ്ലാനിങ് ടു ചൂസ് സർജറി, മേക്ക് ഷുവർ യു വാണ്ട് സർജറി. ഒരു സെക്കൻഡ് ഓപ്ഷനായിട്ട് സർജറി പോയി കയറുന്നതിനേക്കാളും കൂടുതൽ അതിലേക്ക് വീണ്ടും ട്രെയിൻഡ് ആവാൻ താല്പര്യം വേണം. അതിനുവേണ്ടി ആ പെർസെവറൻസ് വേണം. ദാറ്റ്സ് ഇറ്റ്. ഫെയിലിയേഴ്സ് ഉണ്ടാവും. ഞാനിവിടെ കയറി വരുമ്പം ഒരു സുന്ദർ പിച്ചയുടെ ഒരു വേറെ ഫെയിലിയേഴ്സ് ലൈക്ക് എ ബാറ്റ്സ് അറിയില്ല, കുറേ കോംപ്ലിക്കേഷൻസ് കണ്ടാലേ നല്ലൊരു സർജറി ആവുള്ളൂ എന്നാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.